ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ എണീറ്റ് ഉടനെ ആദ്യം ചെയ്യുന്നത് കേർട്ടൻസൊക്കെ ഒന്ന് മാറ്റി ജനലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിടുന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ കുറച്ചൊന്ന് എനർജറ്റിക് ആവും. പിന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടു. അതിനുശേഷം വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ, നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ കുറച്ച് ഐശ്വര്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. യൂഷ്വലി ഞാൻ ഇനി തൊട്ട് ഇതിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ്റെ പാർട്ടാക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തായാലും നമുക്ക് ആ ഒരു ദിവസം നല്ലതായിരിക്കും, പോസിറ്റീവായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്തായാലും ഞാൻ അതിന് ശേഷം നേരെ കിച്ചണിലോട്ട് കയറി. എനിക്ക് പൊതുവേ പാൽ ചായനെക്കാട്ടിലും കട്ടൻ ചായയാണ് കൂടുതലും ഇഷ്ടം. അപ്പം ചായയൊക്കെ ആക്കിയിട്ട് ഞാൻ നേരെ നമ്മുടെ ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് അവിടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് പുറത്തോട്ടൊക്കെ നോക്കി നിൽക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ചായയൊക്കെ കുടിക്കുകയാണ്. ചായ കുടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യണം. എനിക്കാണെങ്കിൽ അതാണ് ഏറ്റവും ടാസ്ക്. ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യണം, അതുപോലെ തന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞാൻ മാത്രം ആയതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല. എന്തെങ്കിലും തട്ടിക്കുട്ടി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ലഞ്ച് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം, കുറച്ചും കൂടെ ഒന്ന് ഗ്രോ ചെയ്യണം എന്ന് എനിക്കിപ്പം ഞാൻ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളാണ് അതിനെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ അടുക്കളയിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പം എൻ്റെ കിച്ചൺ ടൂറൊക്കെ എനിക്ക് കാണിക്കണമെന്നുണ്ട്. അപ്പം ഒന്നും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ട്. അപ്പം ഞാനിപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സ്ക്രാമ്പിൾഡ് എഗ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ബ്രെഡ് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ്സ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. സോ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കിനി ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഒത്തിരി സമയം എടുക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് ലഞ്ച് കുറച്ച് ഹെവി ആക്കാം. ചോറും സാമ്പാറും ഫിഷ് ഫ്രൈയും ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾ എഗ്സ് റെഡി ആക്കി. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. പണി കിട്ടി ഗൈസ്. അപ്പോൾ സാമ്പാർ ആക്കാമെന്നുള്ള പ്ലാൻ തൽക്കാലം ഞാൻ ഡ്രോപ്പ് ചെയ്യണം ഗൈസ്. കാരണം നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള പച്ചക്കറികളൊന്നും ഇവിടെ സ്റ്റോക്ക് ഇല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പുതിയ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഒന്നാമത് അതിൻ്റെ നടുക്ക് ജോബിന് പോകണം, എല്ലാം കൂടി നമ്മൾ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇതാണ് ഗൈസ് എൻ്റെ പുതിയ റൈസ് കുക്കർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെക്കാനിസം എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നപ്പം നമ്മുടെ അണ്ണനും മക്കയും കൂടിയിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനിത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിത് യൂസ് ചെയ്യാൻ അറിയില്ല. ഇതിൻ്റെ മാനുവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇന്ന് തൽക്കാലം ഇത് യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കതൊന്നും പഠിച്ചിട്ട് അതിൻ്റെ ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം എക്സാക്റ്റ് ടൈം വെച്ചില്ലെങ്കിൽ ചോറ് കഞ്ഞിയാവും ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ മെനക്കെടുന്നില്ല. നമ്മൾ നോർമലി വെക്കുന്ന പോലെ നമുക്ക് റൈസ് വെക്കാം. എന്നിട്ട് ഇത് പഠിച്ചിട്ട് നമുക്ക് പിന്നെ ഇതിൽ നമ്മുടെ റൈസൊക്കെ കുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളർ, നല്ല വൈറ്റ് കളറുമാണ്. പിന്നെ നമുക്കിതിൽ സ്റ്റീം ചെയ്യേണ്ട സംഭവം ഉണ്ട് കേട്ടോ. നമുക്കിതിൽ പഴമൊക്കെ സ്റ്റീം ചെയ്തെടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഇതിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്കൊരു സ്പൂൺ, പിന്നെ അതിൻ്റെ മെഷർ ചെയ്യുന്ന ഒരു കപ്പ്, ഇതൊക്കെ ഇതിൻ്റെ കൂട്ടം നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫിഷാണ് കേട്ടോ. ഇത് നമ്മുടെ മത്തിയില്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോർമൽ മത്തി, ആ
അതാണ് കേട്ടോ ഈ സാധനം. ഇത് നമ്മൾ വാങ്ങിക്കുന്നത് ലൂട്ടൺ മാളിലുള്ള മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഒരു ഫിഷ് ഷോപ്പിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കുന്നത്. ഈ ഒരു പാക്കറ്റിനാവുന്നത് 6 പൗണ്ടാണ് കേട്ടോ. വെറുതെ 6 പൗണ്ടാണ്. ഇത് ഫ്രോസൺ ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല മീനാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ പോയാലും ഇത് എപ്പോഴും വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കണമെങ്കിൽ ഇത് നല്ല ഓപ്ഷനാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് അതേപോലെ സൈസ് ഉണ്ട് കേട്ടോ ഫിഷ്. നമുക്ക് ചെറിയ നോക്കിയാൽ സൈസ് എടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ ഞാൻ തീർത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം, റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിവിടെ സോഫയിൽ വന്നിരുന്ന് കുറച്ച് സമയം ഫോണൊക്കെ നോക്കി ചിപ്സും കോളയും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹസ്ബൻഡ് വന്നത് കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് H&Mലൊക്കെ പോയിട്ടൊന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. എൻ്റെ ഗ്രാജുവേഷനാണ്, അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും റെഡിയാക്കിയിട്ടില്ല. ഇനി 1 വീക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള H&Mൽ പോകാമെന്ന് വിചാരിച്ചു. റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. എനിക്കങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ ഒരു സമയം 3:30-4 മണി എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ H&Mൽ പോയി. എനിക്ക് അവിടെ നിന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമതേ നമ്മൾ എത്തിയപ്പോൾ ലേറ്റായി. പിന്നെ ഡ്രസ്സൊക്കെ നോക്കി നമുക്ക് ടൈം എടുത്ത് നോക്കണമല്ലോ. അപ്പോൾ ഫോണും പിടിച്ച് നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ കയറിയപ്പം എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സാണ് ഇതൊക്കെ. പിന്നെ ഞാൻ പോയപ്പം കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷേ ഗ്രാജുവേഷന് ഇടാൻ പറ്റുന്ന മോഡലൊന്നും എനിക്ക് അവിടെ കിട്ടിയില്ല. പിന്നെ വേറെ അടുത്ത് TK Maxxലൊക്കെ ഞങ്ങൾ പോയി നോക്കി, പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടുന്ന് തന്നെ ലാസ്റ്റ് നമ്മളൊരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, എന്നാൽ അത്ര ആഡംബരമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അല്ലാണ്ട് കുറച്ച് റാൻഡമായിട്ടുള്ള H&M കളക്ഷൻസൊക്കെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് നോക്കി. എനിക്കതിൽ ഇപ്പം ലാസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ വന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതൊക്കെ അവിടെ തന്നെ ഇട്ടു. പിന്നെ അതിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് 2 പേർക്കും ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ രാവിലെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ പിന്നെ ചായ വെച്ചു കേട്ടോ. അപ്പം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം രാത്രിത്തെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നാളെ മോർണിംഗ് നമുക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുക്ക് ചെയ്യണം. അതിന് മുന്നേ നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. ഇത് നമ്മൾ ലിഡിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഞാൻ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. ചീസ് റോളെന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കുറച്ച് നേരം TV ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്.
രാത്രിത്തെ ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഇപ്പം തന്നെ വീഡിയോന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇനി ഇതൊക്കെ ഞാൻ കുത്തിയിരുന്നിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തില്ല. അപ്പം ഞാൻ ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയും പിന്നെ ചിക്കൻ്റെ ലിവറും ആണ് നമ്മൾ മൈ ലൈഫ് വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമായി എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ള ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒരു കംപ്ലീറ്റ് ഡേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാ.